Hi everyone, let's learn about basic terms of Google Ads. അപ്പോൾ ഈ ബേസിക് ടേംസ് മനസ്സിലാക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്ന് നമ്മൾ കേട്ടു, സെർച്ച് ആഡ് എന്നൊക്കെ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ ഈ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് നമുക്കൊന്ന് ലൈവായിട്ടൊന്ന് കണ്ടു നോക്കിയാലോ. ഇനി അത് കണ്ടു നോക്കുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങളും കൂടി. ഒന്ന്, ഈ ഓർഗാനിക് റിസൾട്ട്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, അതായത് പെയ്ഡ് അല്ലാണ്ട് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന വെബ്സൈറ്റിനെ നമ്മൾ ഓർഗാനിക് റിസൾട്ട്സ് എന്ന് പറയും. അതുകൂടാണ്ട് പെയ്ഡ് റിസൾട്ട്സും ഉണ്ട്. അപ്പോൾ പെയ്ഡ് റിസൾട്ട്സ് ഉണ്ട്, ഓർഗാനിക് റിസൾട്ട്സ് ഉണ്ട്. പെയ്ഡ് റിസൾട്ട്സ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ അഡ്വർടൈസ് ഗൂഗിൾ ആഡിന്റെ ഈ ഗൂഗിൾ ആഡ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നമ്മൾ അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? പെയ്ഡ് റിസൾട്ട്സ് വരും. അപ്പോൾ ക്വസ്റ്റ്യൻ വരും അല്ലേ, നമുക്കൊരു ഡൗട്ട് ഉണ്ട്, എത്ര പെയ്ഡ് റിസൾട്ട്സ് വരും, എത്ര ഓർഗാനിക് റിസൾട്ട്സ് വരും? അപ്പോൾ ടോപ്പിൽ, അതായത് ഒരു പേജ് എടുക്കുകയാണെങ്കിൽ ആ പേജിന്റെ ടോപ്പിൽ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് കുറേ പേജസ് ഉണ്ടല്ലേ. ഇപ്പോൾ റീസെന്റ് ഒരു ചെറിയ അപ്ഡേറ്റ് വന്നു, ഇൻഫിനിറ്റ് സ്ക്രോൾ പോലെ ഗൂഗിൾ പേജസ് കൊണ്ടുവന്നു. അതേപോലെ തന്നെ നമുക്ക് ഒരു പഴയ അപ്ഡേറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് 1 2 3 4 എന്ന് താഴത്ത് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പേജസ് സെലക്ട് ചെയ്യാൻ. സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ ഫസ്റ്റ് പേജിൽ തന്നെ വരുന്നതാണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഫസ്റ്റ് പേജിൽ നമുക്ക് ഓർഗാനിക് റിസൾട്ട്സും ഉണ്ട്, പെയ്ഡ് റിസൾട്ട്സും ഉണ്ട്. അപ്പോൾ എത്ര പെയ്ഡ് റിസൾട്ട്സ് ഉണ്ട് അത് നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഹൗ മെനി ഓർഗാനിക് റിസൾട്ട്സ് ക്യാൻ യു സീ ഓൺ എ ഗൂഗിൾ പേജ്? അതേപോലെ തന്നെ ഹൗ മെനി പെയ്ഡ് റിസൾട്ട്സ് യു ക്യാൻ സീ ഓൺ എ ഗൂഗിൾ പേജ്? നൗ സിമ്പിൾ ആണ്, അപ് ടു 7 പെയ്ഡ് റിസൾട്ട്സ് ഓൺ എ സിംഗിൾ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. അപ്പോൾ SERP എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. അപ്പോൾ ഈ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ നമുക്ക് 7 പെയ്ഡ് റിസൾട്ട്സ് കാണാം അല്ലേ. അതായത് ടോപ്പിൽ അപ് ടു 4 റിസൾട്ട്സ്, അത് കഴിഞ്ഞാൽ നമുക്ക് 10 ഓർഗാനിക് റിസൾട്ട്സ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ബോട്ടം അപ് ടു 3 പെയ്ഡ് റിസൾട്ട്സ് ഉണ്ടാവും. അപ്പോൾ ടോപ്പിൽ അപ് ടു 4 പെയ്ഡ് റിസൾട്ട്സ്, 10 ഓർഗാനിക് റിസൾട്ട്സ്, അപ് ടു 3 പെയ്ഡ് റിസൾട്ട്സ് അറ്റ് ദി ബോട്ടം. അപ്പോൾ ടോട്ടൽ അപ് ടു 7 പെയ്ഡ് റിസൾട്ട്സ് നമുക്കൊരു സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ കാണാം. എല്ലാവരും ഒരു പ്രൊഡക്റ്റ് എടുക്കുക, ഒരു പ്രൊഡക്റ്റിൽ മൈൻഡിൽ വിചാരിക്കുക, മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഷൂസോ എന്ത് ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയേണ്ട ഒരു സർവീസിനെ കുറിച്ച് സെർച്ച് ചെയ്യുക, നേരെ ഗൂഗിളിൽ ചെല്ലുക, ടൈപ്പ് ചെയ്യുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ പേജിൻ്റെ റിസൾട്ട്സ്, അതായത് പെയ്ഡ് റിസൾട്ട്സും സെർച്ച് റിസൾട്ട്സും കൗണ്ട് ചെയ്യുക, അത് നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ നമ്മൾ പറഞ്ഞ പോലെ അപ് ടു 4ഉം അപ് ടു 3ഉം ആണ് അല്ലേ പറഞ്ഞത്. അതായത് ഗൂഗിൾ തീരുമാനിക്കും കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഫസ്റ്റ് പേജിൽ എത്ര പെയ്ഡ് റിസൾട്ട്സ് കാണിക്കണമെന്ന്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോമ്പറ്റീഷൻ, ഇറ്റ്സ് ഓൾ അപ് ടു ഗൂഗിൾ. നൗ ലെറ്റ്സ് learn in detail about basic terms. Google Adsന്റെ basic terms വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. നമുക്ക് ഈ ബേസിക് ടേംസ് ആണ് ത്രൂ ഔട്ട് ദി കോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒപ്റ്റിമൈസേഷൻ ടൈമിലും ഗൂഗിൾ ആഡിൽ അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ ആവശ്യം വരുന്ന കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് വളരെ ഫോക്കസ് ചെയ്ത് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാം. ഫസ്റ്റ്, CPC അല്ലെങ്കിൽ കോസ്റ്റ് പെർ ക്ലിക്ക്. നമ്മൾ ബിഡിംഗ് സ്ട്രാറ്റജീസ്, ബിഡിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. CPC എന്ന് പറയുന്നതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ബിഡിംഗ്. ഇറ്റ് ടെൽസ് ഗൂഗിൾ ഹൗ മച്ച് യു ആർ വില്ലിംഗ് ടു പേ ഫോർ 1 ക്ലിക്ക്. നമ്മൾ ഒരു ക്ലിക്കിന് ഗൂഗിളിന് എത്ര പേ ചെയ്യുമെന്ന് ഈ CPC ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം CPC വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നല്ലൊരു പവർഫുൾ ആയിട്ടൊരു സംഭവമാണ് അല്ലേ. നമുക്ക് തീരുമാനിക്കാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്ര മാക്സിമം ഗൂഗിളിന് പോകാം എന്ന്. അപ്പോൾ അതിന് മേലെ ഗൂഗിൾ പോവില്ല. അപ്പോൾ അതിന് മേലെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാർജിൻ, ചിലപ്പോൾ ഒരു ഡിഫറൻസ് വരാം. എന്നാലും ഓൺലൈൻ ത്രൂ ഔട്ട് ദി ഡേയ്സ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ക്യാമ്പയിൻ നമ്മൾ പറയുന്ന ഈ ഒരു CPCയിൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് ഗൂഗിളിൽ നിൽക്കാം. ഇനി CPC എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? CPC കോസ്റ്റ് പെർ ക്ലിക്ക്, അതായത് ടോട്ടൽ കോസ്റ്റ് ബൈ നമ്പർ ഓഫ് ക്ലിക്സ്, അതാണ് CPC. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്? നമുക്ക് CPC കൂടിയാൽ എന്താ അർത്ഥം? കോസ്റ്റ് പെർ ക്ലിക്ക് ഭയങ്കരമായിട്ടും കൂടുന്നു. അതായത് നമ്മുടെ അഡ്വർടൈസ്മെന്റ് ടോട്ടൽ കോസ്റ്റ്, അതായത് ക്ലിക്സ് കിട്ടിയിരിക്കുന്നത് കുറയുമ്പോഴാണ് നമുക്ക് CPC കൂടുന്നത് അല്ലേ. ക്ലിക്സ് കിട്ടിയിരിക്കുന്നത് കുറയാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അഡ്വർടൈസ്മെന്റ് എഫക്റ്റീവ് അല്ല. ആഡ് എഫക്റ്റീവ് ആണെങ്കിൽ എന്തോരം ക്ലിക്സ് വേണമെങ്കിലും വരാം അല്ലേ. അപ്പോൾ CPC കൂടുക, CPC കുറയുക. CPC കൂടിയാൽ പ്രശ്നമാണ്, CPC കുറഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ ആഡ്സ് മാക്സിമം ആളിലോട്ട് എത്തും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ബൈ നമ്പർ ഓഫ് ക്ലിക്സ്, അതാണ് CPC. നെക്സ്റ്റ്, we are going to learn about cost per 1000 impression. Cost per 1000 impression എന്ന് പറഞ്ഞാൽ cost of how much it takes to show the ad to 1000 people. അതായത് CPM is calculated as total cost by 1000. അപ്പോൾ CPM is equal to total cost by
1000. ടോട്ടൽ കോസ്റ്റിനെ 1000 വെച്ച് ഡിവൈഡ് ചെയ്ത് CPM കിട്ടും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. എന്താ കാര്യം? നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഒരു അഡ്വർടൈസ്മെന്റിൽ CPM കൂടിയോ കുറയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? CPM എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ടോട്ടൽ കോസ്റ്റ് ബൈ 1000. അതായത് ടോട്ടൽ കോസ്റ്റ് കൂടുമ്പോഴാണ്, അതായത് ബൈ ഓൾവേസ് 1000 ആണ്, ടോട്ടൽ കോസ്റ്റ് കൂടുമ്പോഴാണ് നമുക്ക് CPM കൂടുന്നത്. അപ്പോൾ CPM കൂടുക എന്ന് പറഞ്ഞാലും നല്ലൊരു കാര്യമല്ല. CPM കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെൻഡ് അതേപോലെ തന്നെ കൂടിയാ. നമ്മൾ ഇത്രയും ആളുകളെ 1000 ആളുകളെ കാണിക്കാനുള്ളത് നമുക്ക് കൂടി, നമുക്ക് സ്പെൻഡ് കൂടി, അതാണ് അർത്ഥം. അപ്പൊ CPM എപ്പോഴും കുറയുക, അതായത് കുറഞ്ഞിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ആഡ് ഒപ്റ്റിമൈസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് ആണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് കോസ്റ്റ് പെർ അക്വിസിഷൻ. അപ്പോൾ അക്വിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കോസ്റ്റ് ടു അക്വയർ എ സെയിൽ ഓർ എ ലീഡ് ഓർ എനിത്തിങ് ദാറ്റ് ഹാസ് എ ടാഞ്ചിബിൾ വാല്യൂ ഫോർ യുവർ ക്ലയന്റ്. അതായത് എന്തെങ്കിലും ഒരു സെയിൽ അല്ലെങ്കിൽ ഒരു ലീഡ് അക്വയർ ചെയ്യാനുള്ള ഒരു കോസ്റ്റ്, നമുക്ക് ടാഞ്ചിബിൾ വാല്യൂ ഫോർ എ ക്ലയന്റ് എന്ന് പറയാൻ അവർക്ക് എന്താണോ വേണ്ട റിസൾട്ട് അത് അക്വയർ ചെയ്യാൻ ഒരു കോസ്റ്റ് വരും. ഫോർ എക്സാമ്പിൾ ഒരു സെയിൽ നടന്നു, ആ സെയിൽ നടക്കാൻ വേണ്ടി ഒരു കോസ്റ്റ് വന്നു, അതിനെയാണ് കോസ്റ്റ് പെർ അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പെർ അക്വിസിഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് പെർ ആണല്ലേ. അപ്പോൾ കോസ്റ്റ് ഫസ്റ്റ്, കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അക്വിസിഷൻ, അപ്പോൾ കോസ്റ്റ് പെർ അക്വിസിഷൻ കിട്ടും കേട്ടോ. അപ്പോൾ കോസ്റ്റ് പെർ അക്വിസിഷൻ, കോസ്റ്റ് പെർ റിസൾട്ട്, ഇതൊക്കെ കോസ്റ്റ് ബൈ റിസൾട്ട്, കോസ്റ്റ് പെർ റിസൾട്ട് അല്ലേ. റിസൾട്ട്സ് എന്തായിരുന്നു? ക്ലിക്സ് ആയിരുന്നു. അപ്പോൾ കോസ്റ്റ് പെർ ക്ലിക്ക്, കോസ്റ്റ് പെർ ക്ലിക്ക്, കോസ്റ്റ് ബൈ ക്ലിക്ക്. അപ്പോൾ അത് ജസ്റ്റ് വളരെ ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള അബ്രിവേഷൻ ആണ്. നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ക്ലിക്ക് ത്രൂ റേറ്റ്. അപ്പോൾ ക്ലിക്ക് ത്രൂ റേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത്? പെർസെൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് എത്ര പേര് ക്ലിക്ക് ചെയ്തു, അതിനാണ് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ CTR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? CTR കാൽക്കുലേറ്റ് ചെയ്യാൻ CTR ഈസ് ഈക്വൽ ടു ക്ലിക്സ് ബൈ ഇംപ്രഷൻസ് ഇൻറ്റു 100. അതായത് എത്ര ക്ലിക്ക് വന്നു ഡിവൈഡഡ് ബൈ ഇംപ്രഷൻസ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് CTR കിട്ടും. CTR ക്ലിക്ക് ത്രൂ റേറ്റ് കൂടി, നല്ലതാണോ ചീത്തതാണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ലതാണ് അല്ലേ. ക്ലിക്ക് ത്രൂ റേറ്റ് കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എത്ര പേരെ കാണിക്കുന്നോ അവർ ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ CTR ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ദാറ്റ് വി നീഡ് ടു ലേൺ. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ ലെവല് വളരെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടേം കൂടി നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് കൺവേർഷൻ റേറ്റ്. കൺവേർഷൻ നമ്മളെല്ലാവരും അഡ്വർടൈസ് ചെയ്യുന്നത് എന്തിനാണ്? അറ്റ് ദ വെരി എൻഡ് നമുക്ക് വേണ്ട ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കൺവേർഷൻ എന്ന് പറയുന്നത് അല്ലേ. കൺവേർഷൻസ് ആണോ, നമുക്ക് ടോട്ടൽ റവന്യൂ ആണോ, നമുക്കൊരു മന്ത്ലി ടാർഗറ്റ് ആണോ, എന്തിനാണെങ്കിൽ പോലും മന്ത്ലി ഇത്രയും ലീഡ്സ് വേണോ, ഇതിന് എന്തിനാണെങ്കിൽ പോലും നമുക്ക് ഒരു കൺവേർഷൻ നമ്മുടെ അഡ്വർടൈസ്മെന്റ് ത്രൂ നടക്കണം അല്ലേ. അഡ്വർടൈസ്മെന്റ് ത്രൂ കൺവേർഷൻ നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് വേണ്ട റിസൾട്ടിലോട്ട് നമ്മൾ വരുള്ളൂ. അപ്പോൾ നമ്മുടെ റിസൾട്ട് തന്നെ ചിലപ്പോൾ ഒരു കൺവേർഷൻ ആകാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഒബ്ജക്റ്റീവ് or goal. It's okay. So conversion rate എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ പെർസെൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ കൺവേർഷൻ ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് എ പർട്ടിക്കുലർ ഗോൾ. ഫോർ എക്സാമ്പിൾ ലീഡ്, സെയിൽ, ഡൗൺലോഡ്, സബ്സ്ക്രിപ്ഷൻ എക്സെട്ര. അപ്പോൾ ഇതെല്ലാം നടക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ കൺവേർഷൻ എന്ന് പറയാം. ഇനി കൺവേർഷൻ റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ കൺവേർഷൻ ബൈ ക്ലിക്സ് ഇൻറ്റു 100. എത്ര പേര് ക്ലിക്ക് ചെയ്തു നമ്മുടെ ആഡിൽ, അതിൽ എത്ര പേര് കൺവേർട്ടഡ് ആയി. അപ്പോൾ കൺവേർഷൻ ബൈ ക്ലിക്സ് ഇൻറ്റു 100. അപ്പോൾ കൺവേർഷൻ റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിളായിട്ട് ഒരു എക്സാമ്പിളും കൂടി പറയാം. 10 പേര് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു ഓൺലൈൻ. ഇപ്പോൾ എൻ്റെ ഒരു ഓൺലൈൻ ഇ-കൊമേഴ്സ് സൈറ്റാണ്. എനിക്ക് എൻ്റെ ഇ-കൊമേഴ്സ് സൈറ്റിൽ കുറേ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നുണ്ട്. 100 പേര് വന്നതിൽ 10 പേര് പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും കൺവേർഷൻ റേറ്റ്? സിമ്പിളാണ് കാൽക്കുലേഷൻ അല്ലേ. 10 by 100 into 100. അപ്പോൾ 10 പൊക്കത്ത് താഴ്ച 100 into 100. അപ്പോൾ ടോട്ടൽ കൺവേർഷൻ റേറ്റ് എത്ര വരും? 10. അതായത് 10% ആണ് കൺവേർഷൻ റേറ്റ്. ഔട്ട് ഓഫ് 100 people 10 people got converted. അതാണ് കൺവേർഷൻ റേറ്റ്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടേം ദാറ്റ് വി നീഡ് ടു നോ. വി നീഡ് ടു ബി pretty sure how to calculate it. ബിക്കോസ് നമ്മൾ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ നമുക്ക് ഈ കൺവേർഷൻ റേറ്റിലാണ് നമ്മുടെ
നമ്മുടെ എല്ലാ അഡ്വർടൈസ്മെന്റിന്റെയും എൻഡ് ഇരിക്കുന്നത് അല്ലേ. ഈ കൺവേർഷൻ റേറ്റ് കൂടുകയാണെങ്കിൽ എന്താ അർത്ഥം? നമ്മുടെ അഡ്വർടൈസ്മെന്റ് ബെസ്റ്റ് ആണ്. നമ്മൾ കൺവേർഷൻ റേറ്റ് കുറഞ്ഞ എന്താ അർത്ഥം? നമുക്ക് പ്രശ്നമാവും അല്ലേ. നമ്മൾ ചിലപ്പോൾ ക്ലയൻസിന് വേണ്ടിയായിരിക്കും അഡ്വർടൈസ് ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മുടെ സ്വന്തം ബിസിനസ്സിന് വേണ്ടിയായിരിക്കും അഡ്വർടൈസ് ചെയ്യുന്നത്, നമ്മൾ ചിലപ്പോൾ ഫ്രീലാൻസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിൽ പോലും കൺവേർഷൻ റേറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഓർ എ ടേം ദാറ്റ് വി നീഡ് ടു ലേൺ. നെക്സ്റ്റ് we are going to learn about quality score. Quality score is an estimate of how relevant your ads, keywords and landing pages are to a person who sees your ad. അപ്പോൾ ക്വാളിറ്റി സ്കോർ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുന്നേ നമ്മളൊരു ആഡ് ഓപ്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ. അതായത് നമ്മുടെ ആഡ് ബെറ്റർ ആയിട്ട് കാണിക്കണം, അതായത് ഗൂഗിളിന് യൂസേഴ്സും അഡ്വർടൈസേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. യൂസേഴ്സിന് വേണ്ട റെലവെൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ഗൂഗിളിന് കൊടുക്കാൻ, അതായത് യൂസേഴ്സിന് വേണ്ട റെലവെൻ്റ് ആയിട്ടുള്ള അവർക്ക് വേണ്ടത് എന്താണോ ആ ഒരു കോണ്ടന്റ് ആണ് ഗൂഗിൾ എപ്പോഴും അവർക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുള്ളൂ. ഇനി അങ്ങനത്തെ ഒരു കോണ്ടന്റ് കണ്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? യൂസേഴ്സ് പിന്നെ തിരിച്ചു വരുമോ ഈ പ്ലാറ്റ്ഫോമിലോട്ട്? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾമോസ്റ്റ് 80% ഓഫ് ദി വേൾഡ് വൈഡ് സെർച്ച് എഞ്ചിനിൽ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു ഗൂഗിൾ എന്ന് പറഞ്ഞ സെർച്ച് എഞ്ചിൻ പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ എല്ലാവരും സെലക്ട് ചെയ്യാൻ കാര്യം ഇവിടെ അവർക്ക് വേണ്ട ഒരു ബെസ്റ്റ് റിസൾട്ട്സ് ഈ സെർച്ച് ചെയ്താൽ കിട്ടും എന്നുള്ളൊരു ഓപ്ഷൻ അല്ലേ. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ നിലനിർത്തിക്കൊണ്ട് ഈ ഒരു പാരാമീറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ക്വാളിറ്റി സ്കോർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ദാറ്റ് വി നീഡ് ടു ലേൺ. ബിക്കോസ് ക്വാളിറ്റി സ്കോർ എന്ന് പറയുന്നത് ഒരു യൂസറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് അവർക്ക് എന്തോരം റെലവെന്റ് ആണ്, നമ്മുടെ ആഡ്സ് കണ്ട് അവർ ക്ലിക്ക് ചെയ്ത് പോകുന്ന ലാൻഡിംഗ് പേജസ് അല്ലെങ്കിൽ വെബ് പേജസ് എന്തോരം അവർക്ക് റെലവെന്റ് ആണ്, നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്ന നമ്മൾ ബിഡ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന കീവേഡും നമ്മുടെ ആഡ്സും നമ്മുടെ ലാൻഡിംഗ് പേജസും ഇതെല്ലാം കൂടി കമ്പയർ ചെയ്താണ് ഒരു ക്വാളിറ്റി സ്കോർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി സ്കോർ അതിനെ കൂടുതലായിട്ട് നമ്മൾ കമ്മിങ് ക്ലാസ്സസിൽ പഠിക്കും. ഫോർ ടൈം ബീയിങ് നമുക്ക് ഇത്രയും ടേംസുകൾ അറിഞ്ഞിരുന്നാൽ മതി. Now we have almost learned about basic terms in Google Ads. Next we are going to learn about Google account hierarchy. Bye bye.